നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് തനിക്ക് ഇതുവരെ ഔദ്യോഗികമായി ഒരു വിവരവും കിട്ടിയിട്ടില്ലെന്ന് കോൺഗ്രസ് നേതാവ് ആര്യാടൻ ഷൗക്കത്ത്. വിജയസാധ്യത ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ പരിശോധിച്ച് വിഷയത്തിൽ ഹൈക്കമാൻഡ് അന്തിമ തീരുമാനമെടുക്കും. ആരെ പ്രഖ്യാപിച്ചാലും UDF ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സജ്ജമെന്നും ആര്യാടൻ ഷൗക്കത്ത് 24 പറഞ്ഞു. ആര്യാടൻ ഷൗക്കത്ത് 24-നൊപ്പം ഇപ്പോൾ ചേരുകയാണ്. UDFിൻ്റെ സ്ഥാനാർത്ഥി ആര് എന്നറിയാൻ ഇനി നിമിഷങ്ങൾ മാത്രം, വളരെ കുറച്ച് സമയമേ ഉള്ളൂ. അപ്പോൾ താങ്കളുടെ പേരാണ് ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്നത്. ഏതെങ്കിലും രീതിയിലുള്ള ആശയവിനിമയം നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ? എങ്ങനെയാണ്? ഇല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയില്ല. അത് നിങ്ങൾ പറയുന്നതാണ്. നിങ്ങൾ ചാനലിൽ ഇങ്ങനെ ഓരോ സമയത്ത് മുൻതൂക്കം പറയുന്നു എന്നല്ലാതെ ആ മുൻതൂക്കത്തിനനുസരിച്ച് എനിക്ക് പ്രതികരിക്കാൻ കഴിയില്ല. എനിക്ക് ഒഫീഷ്യലായിട്ടുള്ള യാതൊരു വിവരങ്ങളും ഇല്ല. മാത്രമല്ല, അത് ആത്യന്തികമായി അത് പ്രഖ്യാപിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. കാരണം കോൺഗ്രസ്സിനാണ് സ്ഥാനാർത്ഥിത്വം എന്നുള്ളത് കൊണ്ട് തന്നെ UDF അത് ഹൈക്കമാൻഡാണ് പ്രഖ്യാപിക്കുക. UDFന് വേണ്ടിയിട്ട് ഹൈക്കമാൻഡ് അത് പ്രഖ്യാപിക്കുമ്പോൾ ഹൈക്കമാൻഡ് അത് പ്രഖ്യാപിക്കാൻ നിരവധി ഘടകങ്ങൾ ഒക്കെ പരിശോധിച്ചുകൊണ്ടായിരിക്കും ഹൈക്കമാൻഡ് ആ കാര്യം പ്രഖ്യാപിക്കുന്നത്. അത് എല്ലാ വിജയസാധ്യതകളും ഒക്കെ ആലോചിച്ചുകൊണ്ടായിരിക്കും ഹൈക്കമാൻഡ് ഈ കാര്യം പ്രഖ്യാപിക്കുന്നത്. അത് ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി നിലമ്പൂർ പ്രവർത്തിക്കാൻ സജ്ജമായി നിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഏറ്റവും കൂടുതൽ ഏത് വിഷയമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഒരു ഘടകമാവുക? അല്ല, നിലമ്പൂരിൽ നിരവധി പ്രശ്നങ്ങളുണ്ടല്ലോ. ഇപ്പം നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഇന്ന് മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ്, മലയോര കർഷകർ നേരിടുന്ന വലിയ പ്രയാസങ്ങൾ, വലിയ പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ നിലമ്പൂരിൽ ആദിവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ഇവിടുത്തെ പശ്ചാത്തല മേഖലയിൽ ഉള്ള വലിയ വികസന മുരടിപ്പ്, പ്രാദേശികമായി നിലമ്പൂർ അനുഭവിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഈ കഴിഞ്ഞ 5 വർഷമായി, 6 വർഷമായി 2019 കവളപ്പാറ ദുരന്തത്തിൽ, ആ ദുരന്തത്തോടനുബന്ധിച്ച് നടന്ന ആ ദുരന്തത്തിൽ, ആ കാലത്തുണ്ടായ പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട് 300 ചില്വാനം ആദിവാസി കുടുംബങ്ങൾ ഇന്നും പ്ലാസ്റ്റിക് ഷീറ്റിനുള്ളിൽ കഴിയാണ്. ഇന്നും അവരെ പുനരധിവസിപ്പിച്ചിട്ടില്ല ഈ കാലം വരെ. മാത്രമല്ല, അവർക്ക് ശൗചാലയമില്ല, അവർക്ക് കുടിവെള്ളമില്ല, കിടന്നുറങ്ങാൻ കിടപ്പാടമില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഈ പ്ലാസ്റ്റിക് ഷീറ്റിനുള്ളിലൊക്കെ നമുക്ക് എത്ര മിനിറ്റാണ് നിൽക്കാൻ പറ്റുക? അങ്ങനെ അതിനൊന്നൊരു പരിഹാരം ഉണ്ടാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. 1ഉം 2ഉം 10ഉം കുടുംബങ്ങളല്ല, 300 ചില്ലാനം കുടുംബങ്ങൾ 3 പഞ്ചായത്തുകളിലായി. പോത്തുകല്ല് പഞ്ചായത്ത്, വഴിക്കടവ് പഞ്ചായത്ത്, അതേപോലെ തന്നെ കരുളായി പഞ്ചായത്ത്. ഇതുവരെ ഇതിനൊന്നും പരിഹാരം ഉണ്ടായിട്ടില്ല. അതെ, തീർച്ചയായും വലിയ ആത്മവിശ്വാസത്തിലാണ് ആര്യാടൻ ഷൗക്കത്തുള്ളത്. ഇനി സ്ഥാനാർത്ഥി ആര് എന്നുള്ളതിൽ ഒരു അന്തിമ തീരുമാനം ഹൈക്കമാൻഡിൻ്റെ ഭാഗത്ത് മാത്രം വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പിലാണ്. അർഷക്കിനൊപ്പം വിപിൻ സി വിജയൻ, 24 മലപ്പുറം.